ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡ്, അതായത് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മിഥുനല്ല സോറി നമ്മുടെ ആര്യനും മിത്രയും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള പുറപ്പാടാണ്. മിത്രക്കാണെങ്കിൽ ആകെ ടെൻഷനാട്ടോ. ആര്യൻ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ കൈ വേദന കാരണം നമുക്ക് കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്തിട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. മിത്ര പറയുന്നുണ്ട്, അയ്യോ ആര്യന്റെ കൈ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ, വേദന ഉണ്ട് ആര്യ? നല്ല വേദനയുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ അടുത്ത് ഏതെങ്കിലും ക്ലിനിക്കിൽ പോയതിനു ശേഷം വീട്ടിലേക്ക് പോയാൽ പോരെ? അത് മതി ആര്യ, നമുക്കൊരു ക്ലിനിക്കിൽ കയറിയതിനു ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ ആര്യനും ഇത്രയും കൂട്ട് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോവാട്ടോ. ആര്യന്റെ കൈയൊക്കെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ മുറിവ് പറ്റിയിട്ടുണ്ട്. കൈക്ക് മാത്രം, അത് വലത് കൈക്ക് മാത്രമാണ് മുറിവ് പറ്റിയേക്കുന്നത് കേട്ടോ. ബാലനാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സ്കൂട്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആളൊഴിഞ്ഞ റോട്ടില് ഒരു മൂലക്ക് ഒരു പയ്യൻ ഇരിക്കുന്ന കാണാണ്. ബാലിനെ ഇതാരെ എങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തതിനു ശേഷം അയാളുടെ അടുത്തേക്ക് പോവാണ്. അത് വേറെ ആരുമല്ല, മിഥുനാട്ടോ, മിഥുന്റെ കൂട്ടുകാരൻ. മിഥുൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ എടുത്തോട്ട് പോട്ടെ എന്ന് വെച്ചിട്ട് റോഡ് സൈഡിൽ ഒരു മൂലക്ക് ഒരു പോസ്റ്റിൽ ചാരി വെച്ചിരിക്കാട്ടോ മിഥുന. അങ്ങനെ ബാലൻ മിഥുനെ കാണുകയാണ്. മിഥുനെ കാണുന്നത് ബാലൻ ഹലോ ഹലോ എഴുന്നേക്ക്, എന്ത് പറ്റി വിളിക്കുന്നുണ്ടെങ്കിലും മിഥുൻ എഴുന്നേക്കുന്നില്ല. ശേഷം ബാലൻ വിചാരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം എന്ന് വേണ്ടി വിചാരിക്കുകയാണ്. അങ്ങനെ ബാലൻ മിഥുനെ അവിടെ നിന്ന് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാട്ടോ. അതേസമയം ആകാശാണെങ്കിലോ മീനാക്ഷിയുടെ അച്ഛൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ബാലൻ ചെയ്തത് ഒരു കാര്യം എനിക്ക് ഇഷ്ടമില്ല. നമ്മള് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും തെറ്റാണെന്ന് പറയണ്ടേ ആകാശ് എന്ന് പറയുമ്പോ അത് വേണം അങ്കിളെ എന്ന് ആകാശ് പറയണം. ആകാശിന്റെ പഠിത്തം നിർത്തിയത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല കേട്ടോ ആകാശ് എന്ന് പറയാണ്. അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയാണ്. അല്ല, വണ്ടി ഇവിടെ നിന്ന് എങ്ങനെയാ എടുക്കണ? ആകാശിന് ഡ്രൈവിംഗ് അറിയില്ലല്ലോ. അത് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ ആര്യനെ വിളിക്കാം. വേണ്ട ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കാം, വീട്ടിലെത്തിച്ചാൽ മതിയല്ലോ വണ്ടി. എന്നാലും അച്ഛൻ എങ്ങനെ വിചാരിക്കുമെന്ന് കരുതിയിട്ട് എന്റെ ആകാശേ, ഈ കാലത്ത് ആരുടെ കയ്യിലെങ്കിലും വണ്ടി ഇല്ലാതെ ആകാശ് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും അത്യാവശ്യ കാറുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കണ്ടേ? എപ്പോഴും നമുക്ക് ഈ സ്കൂട്ടിയും ബൈക്കൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റുമോ? വീട്ടിലെ ആർക്കും കാറില്ല, അതെനിക്കറിയാം. എന്തായാലും ഞാനിത് എന്റെ മോൾക്കും ആകാശിനു വേണ്ടി വാങ്ങിച്ചെന്ന കാറാണ്. അതുകൊണ്ട് ഈ കാർ നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കണം. സ്വീകരിച്ചല്ലോ അങ്കിൾ, അതല്ലേ ഈ കാർ ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞത്. എന്തായാലും മോളും കൂടി വരട്ടെ, മോൾക്ക് ഭയങ്കര സർപ്രൈസ് ആവും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിനെ വിളിക്കാണ്. ഹലോ മോളെ. എന്താ അച്ഛാ? മോള് വീട്ടിലേക്കൊന്ന് വരണം. എന്താ അച്ഛാ കാര്യം? മോള് വീട്ടിലേക്ക് വാ, എന്നിട്ട് പറയാം. ശരി അച്ഛാ, ഞാൻ ദേ ഇറങ്ങി അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷി നേരെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും മീനാക്ഷി നോക്കുമ്പോഴേക്കും ആകാശിനെ കാണട്ടെ. ആകാശ് ഇവിടെ ഉണ്ടായിരുന്നോ? പറഞ്ഞേ ഇല്ലല്ലോ. ഞാനിപ്പോ എത്തിയുള്ളൂ മീനാക്ഷി എന്ന് പറയാണ്. അല്ല, കടയിൽ ഇത് തിരക്കുള്ള ദിവസമായിരുന്നില്ല, ആകാശ് എന്താ പിന്നെ ഇങ്ങോട്ട് വന്നത്? അല്ല, അച്ഛൻ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണല്ലേ, അപ്പൊ എന്നോട് പറയാതെ വീട്ടിലൊക്കെ വരാൻ തുടങ്ങിയല്ലേ എന്ന് പറയുമ്പോ അങ്ങനെയൊന്നുമില്ല മീനാക്ഷി എന്ന് പറയുമ്പോ മീനാക്ഷി അച്ഛൻ വേണ്ടേ, നീ വെറുതെ ആകാശിനെ വഴക്ക് പറയല്ലേ, ഞങ്ങളുടെ മോൻ തന്നെയല്ലേ അവൻ, ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് തോന്നി അവന് ഓടി വന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇന്ന് വിളിച്ചത് വേറെ ഒന്നിനും വേണ്ടിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ഈ കാറ്. ഇത് പുതിയ കാറാണ് അച്ഛാ? പിന്നെ അല്ലാതെ, ഇത് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച കാറാണോ? അതേന്നേ, മീനാക്ഷിക്കും ആകാശിനും വേണ്ടി വാങ്ങിച്ച കാറായത്. മോൾക്ക് ഇഷ്ടമായോ? അടിപൊളിയായിട്ടുണ്ട് അച്ഛ എന്ന് പറയാണ്. എങ്കിലും നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയുടെ അച്ഛൻ മീനാക്ഷിനും ആകാശും അതുപോലെ തന്നെ ശാന്തിയൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കുക കേട്ടോ. അങ്ങനെ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മിത്രയും അതുപോലെ തന്നെ ആര്യനും കൂടി തിരിച്ച് വീട്ടിലേക്ക് കയറി വരുവാണ്. അപ്പോഴത്തന്നെ പെട്ടെന്ന് തന്നെ ദേവി അതേ നിക്ക് ആര്യൻ ഇന്ന് പണിക്ക് പോയില്ലേ? ഇല്ലേ എടുത്തി, ഞാൻ ഇന്ന് പണിക്ക് പോയില്ല. അതെന്താ പണിക്ക് പോവാനത്? എനിക്ക് നല്ല സുഖമില്ല എടുത്തി, അതുകൊണ്ട് പോയില്ല. അല്ല, ആകാശ് എന്താ കൈ ഒളിപ്പിക്കണത്? കയ്യിൽ എന്താ? കാണിക്ക് എന്ന് പറഞ്ഞിട്ട് കൈ നോക്കുമ്പോഴേക്കും അയ്യോ ഇതെന്ത് പറ്റി? ആകാശില്ല ആര്യൻ കേട്ടോ. അയ്യോ ഇതെന്ത് പറ്റി ആര്യ? കൈക്ക് എന്ത് പറ്റി ആര്യ എന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ല എടുത്തി, ഞാനൊന്ന് വീണതാണെന്നോ? എന്റെ ദൈവമേ മിത്ര, ഇത് എന്ത് പറ്റിയതാ? അതെന്നെ കോളേജിൽ കൊണ്ടുനടക്കുന്ന സമയത്ത് മഴയല്ലേ എടുത്തി, അപ്പോ തെന്നി വീണതാണെന്ന്. എന്റെ ദൈവമേ, ഇങ്ങനെ വീഴും എന്നാലും മനുഷ്യര് എന്ന് പറഞ്ഞിട്ട് ദേവി അപ്പൊ തന്നെ പിന്നാമ്പുറത്തേക്ക് ഓടുകയാണ്. അമ്മേ എന്താ ദേവി? അതെ, ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? അമ്മയും ആരും കേട്ടില്ല. അതെ, ദേവിക്ക് വേറൊരു പേരുണ്ട്, CID ദേവി എന്ന്. അമ്മ പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ദേവമംഗലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോണതേ, പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. മിത്രക്കും ആര്യനും എന്തോ പ്രശ്നം പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ ആര്യന് പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആര്യന് എന്ത് പറ്റിയെന്നാ നീ പറയണത്? എവിടെയൊക്കെ ഉരുണ്ടു മറിഞ്ഞു വീണു, കൈക്ക് നല്ല പരിക്കുണ്ടമ്മേ. എന്റെ ദൈവമേ, എന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് ഓടി ഗോമതി അകത്തേക്ക് കയറണം. അയ്യോ അമ്മ പതുക്കെ പോമേ, അല്ലെങ്കിൽ അമ്മയും വീഴും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവിയും ഓടുമ്പോ ദേവിയും വീഴാൻ പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഓടി ആര്യന്റെ അടുത്തേക്ക് എത്താണ്. ഗോമതി ചോദിക്കണ്ട, മോനെ എന്താ മോനെ പറ്റിയതെന്ന് ചോദിക്കാണ്. അമ്മേ ഒന്നും പറ്റിയില്ല അമ്മേ, ഞാൻ വേണമെങ്കിൽ വിശദമായിട്ട് പറയാം. ഞാനും മിത്രയും കൂട്ട് കോളേജിലേക്ക് പോവായിരുന്നു. ദേവി ചോദിക്കണ്ട, നിക്ക് കോളേജിലേക്കുള്ള വഴി അങ്ങോട്ടല്ലേ, ഇങ്ങോട്ടേക്ക് നിങ്ങൾ എന്തിനാ പോയത്? അത് ഇവളെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോണമായിരുന്നു.
ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോണോന്ന് എടുത്തി, അതുകൊണ്ട് ആ വഴിക്കാ പോയത്. ഓ അങ്ങനെ അല്ല, എന്നിട്ട് എങ്ങനെ വീണെന്നാ പറഞ്ഞത്? അതോ മിന്നാന്നൊരു മഴ പെയ്തില്ലേ, ഭയങ്കര മഴയായിരുന്നില്ലേ, എല്ലായിടത്തും വെള്ളക്കെട്ടും ചെളിയൊക്കെയാണ്, ആ ചെളിയിലേക്ക് അറിയാണ്ടൊന്ന് സ്കിപ്പായി പോയതാണമ്മേ, കൈ മുറിഞ്ഞു. അല്ല, നിർത്തിക്ക ആര്യ, എന്താ എന്താ എടുത്തി? അല്ല, ചെളിയിൽ വീണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് ഡ്രസ്സിൽ ചെളിയൊന്നും ഇല്ലല്ലോ? അതോ എടുത്തി, ഞാനേ ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയായിരുന്നേ, അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വന്നതാണ്. ആ എന്ന് പറയാണ്. എടുത്ത് വേറൊന്നുമില്ല, വീണതാണെന്ന് അത്രേ ഉള്ളൂ. ശരി ദേവി, ഇനി ഇപ്പൊ നീ ഒന്നും ചോദിക്കണ്ട, പിള്ളേരൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ, നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തോ മക്കളെ. എന്റെ ദൈവമേ, എന്തൊക്കെയാ നടക്കാൻ പോണത്? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇന്നലെ കുറെ ദുസ്വപ്നം കണ്ടു, നിനക്കും മിത്രക്ക് എന്തോ സംഭവിക്കുന്ന പോലെ. ഈശ്വര, ഒന്നും വരുത്തില്ലല്ലോ, ചിലപ്പോ ചെറിയതായിട്ട് പോയതായിരിക്കും, സാരില്ല മക്കളെ, പേടിക്കൊന്നും വേണ്ട കേട്ടോ, അകത്ത് കയറി പോയിക്കോ എന്ന് ഗോമതി പറയാണ്. എന്നാലും ദേവി ഇങ്ങനെ ആലോചിക്കണം, എന്നാലും അത് എന്താണ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗങ്ങളെ കാണിച്ചുള്ളൂ. ഇനി നമുക്ക് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മുടെ ബാലൻ ഈ മിഥുനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. മിഥുൻ മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും ബാലൻ പോലീസിന് വിവരം അറിയിക്കുമല്ലോ. പോലീസിന് വിവരം അറിയിക്കുമ്പോൾ പോലീസുകാർ ഈ മിഥുന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കടയിലേക്ക് വരുന്നത്. അപ്പൊ ആർക്കും അറിയില്ല, ഈ ബാലൻ വീട്ടിൽ വന്ന് പറഞ്ഞ ഒരു പയ്യനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് വഴിയരികിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോഴും ആരെയും ഇത്രക്ക് മനസ്സിലാവുന്നില്ല, വഴിയരികിൽ കിടന്ന പയ്യൻ എന്ന് പറയുമ്പോൾ മിഥുൻ ആയിരിക്കില്ലല്ലോ, മിഥുൻ ആ കാടിന്റെ നടുക്കല്ലേ കൊണ്ടുപോയിട്ടത്. അപ്പൊ ഏത് പയ്യനാച്ചാ, എന്ത് പറ്റിയതാ അറിയില്ല, ആക്സിഡന്റ് ആണോ എന്താണോ എന്തോ, എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് പോലീസിന് വിവരം അറിയിച്ചു. പോലീസുകാർ വന്ന് നോക്കിയിട്ടൊക്കെ പോയി, അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല എന്ന് പറയാണ്. എന്നാലും ഭയങ്കര കഷ്ടമായി പോയി എന്നൊക്കെ ഗോമതി പറയാണ്. അങ്ങനെ ബാലനെടുക്ക മിഥുനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ മിഥുനും ആറിങ്ങനെ അറിയില്ല ഇത് ബാലനാണ്, അത് ആര്യന്റെ അച്ഛന് ബാലനെ ശരിക്കും അങ്ങനെ ഒരു പ്രാവശ്യം എന്തോ കണ്ടിട്ടുള്ളൂ, അങ്ങനെ ശരിക്കും ഇങ്ങനെ ഓർമ്മയൊന്നുമില്ല. അഥവാ ഓർമ്മയുണ്ടെങ്കിൽ തന്നെ മിഥുൻ ഒന്നുമില്ലാത്ത പോലെ അഭിനയിക്കുള്ളൂ. കാരണം മിഥുൻ അപ്പൊ വിചാരിക്കണ എന്താ വെച്ചാല്, ഇയാള് മുഖേന എങ്ങനെയെങ്കിലും ദേവമംഗലത്തിൽ കയറി പറ്റാം, പിന്നെ അയാളുടെ കൂടെ തന്നെ ഇടക്കിടക്ക് അങ്ങോട്ട് പോയിട്ട് മിത്രനെ കാണാനോ, അങ്ങനെ ആരെയും വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊരു അവസരമായിട്ട് എടുക്കുകയാണ് മിഥുൻ. അങ്ങനെ വീട്ടിൽ വേറെ ആർക്കും മിഥുൻ അറിയാത്തത് കൊണ്ട് തന്നെ ആകെ മിഥുൻ അറിയാവുന്ന ഒരു ആളെന്ന് പറഞ്ഞത് ആര്യനും മിത്രയും മാത്രമാണ്. പിന്നെ ഒരാൾക്കും കൂടെ അറിയാം, മീനാക്ഷിക്ക്. മീനാക്ഷിയും അന്ന് കൊടൈക്കനാൽ പോയപ്പോ മീനാക്ഷിനെ കയറി പിടിക്കാൻ വേണ്ടി പോയത് ഈ മിഥുനാണല്ലോ, അതുകൊണ്ട് അറിയാൻ സാധിക്കും. അങ്ങനെ മിഥുനെയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും രസം. കാരണം മിത്ര ആര്യന് ഷോക്ക് ആകാൻ പോവാ. കാരണം വഴിയിൽ പോകുന്ന വയ്യാവേനെ എടുത്തിട്ട് പാലച്ചൻ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ എന്ന് ആലോചിക്കും. മിത്രനെ ശരിക്കും പാടുപെടുത്താൻ പോവാട്ടോ മിഥുന്. ആ ഒരു ഭാഗങ്ങൾ നമ്മൾ ഇനി വരാൻ പോകുന്ന ആഴ്ച കാണുന്നത്. അതിന് ഉപരിയാണ് വേറൊരു പ്രശ്നം വരാൻ പോണത്. വേറൊന്നുമല്ല, നാളെയാണ് ദേവമംഗലത്തേക്ക് ആ കാർ എത്തുന്നത്. കാർ ഇന്ന് വരുന്ന ഭാഗമാണ് ഇന്ന് എപ്പിസോഡ് തീർന്നത്. ആ കാർ നാളെ നേരെ ദേവമംഗലത്തേക്ക് എത്തും. ബാലൻ ഇഷ്ടിക എടുത്ത് അടിക്കാൻ പോണ ഭാഗമൊക്കെ നാളെ ആയിരിക്കും കേട്ടോ. ബാലന് ഒട്ടും തന്നെ ഇത് ഇഷ്ടപ്പെടില്ല. ദേവി പിന്നെ എരിപിഴി കയറ്റാൻ കൊടുക്കാൻ വേണ്ടി പറയുമല്ലോ, അയ്യോ എന്റെ അച്ഛനത്തെ കാറൊക്കെ മേടിച്ചിട്ടുള്ള ആവതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാലച്ചനെ ചെറുതായി കാണേണ്ട, ബാലച്ചന്റെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ടാണ് എന്റെ അച്ഛൻ നാണം കെടുത്തണ അച്ഛൻ എന്റെ അച്ഛൻ കാറ് മേടിച്ചിട്ടത്. ഇതിപ്പോ മീനാക്ഷി അച്ഛൻ നാണം കെടുത്തണ പോലെ കാറ് മേടിച്ചത്, നമുക്ക് എന്താ കാറ് മേടിക്കാൻ കഴിവില്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേന്നൊക്കെ പറയും കേട്ടോ. എന്തായിരുന്നാലും അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.